ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും മനോഹരമായ ഒരു ദിവസം നമുക്ക് കാണുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകരെയും ഹോപ്പ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ് നാം കാണുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, അതുനിമിത്തം സ്വർഗത്തിനും ഭൂമിക്കും പേർ വരുവാൻ കാരണമായ പിതാവിന് മുമ്പിൽ മുട്ടുകുത്തുന്നു. പൗലോസ് പ്രാർത്ഥന മനുഷ്യനായിരുന്നു. അനേക പ്രാർത്ഥനകൾ തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ, തൻ്റെ മിഷണറി വേലയിൽ താൻ ചെയ്തതായിട്ട് തിരുവചനത്തിൽ കാണുന്നുണ്ട്. പലപ്പോഴും ആ പ്രാർത്ഥനകൾ പുതിയ നിയമവിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് വളരെ കരുത്തു പകരുന്ന, ഉത്തേജനം പകരുന്ന ഒരു പ്രാർത്ഥനയാണ് നാം കാണുന്നത്. ധാരാളം പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാത്ത ഒരു വലിയ സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ദൈവവചനം പ്രസംഗിക്കുന്നവർ, ദൈവവചനം പഠിക്കുന്നവർ, ദൈവവചനം പഠിപ്പിക്കുന്നവർക്ക് പോലും വേണ്ടത്ര പ്രാർത്ഥനയുടെ പ്രാധാന്യം അറിയുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഇവിടെ പൗലോസ് എന്താണ് പറയുന്നത്? ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും പേർ വരുവാൻ കാരണമായ പിതാവ്, ഭൂമിയിലെ സകല കുടുംബത്തിന് പേർ വരുവാൻ കാരണമായത്. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തനാക്കി തീർക്കുന്നത് പ്രാർത്ഥനയാണ്. പലപ്പോഴും ഞാനും നിങ്ങളും ഒക്കെ പേരിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. നമുക്കൊരു പേര് ഉണ്ടാകണം, ഒരു അംഗീകാരം ഉണ്ടാകണം, ഒരു പെരുമ ഉണ്ടാകണം. ഇതാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. മക്കളിലൂടെ ആയാലും, അതേ ഭർത്താവിലൂടെ ആയാലും, ഭാര്യയിലൂടെ ആയാലും, ഞാൻ ഇന്നാരുടെ മകനാണ് അല്ലെങ്കിൽ മകളാണ്, ഇന്നാരെൻ്റെ മകനാണ് എന്നറിയപ്പെടുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ട്. ബൈബിളിലെ ആദ്യത്തെ മത്സരം തന്നെ ഒരു പേരിനു വേണ്ടിയാണ്. നമുക്കറിയാം, ജലപ്രളയത്തിനു ശേഷം പെട്ടകത്തിനിറങ്ങിയ മനുഷ്യർ ദൈവത്തോട് മത്സരിച്ച് തങ്ങൾക്കൊരു പേരുണ്ടാകണം എന്ന ചിന്തയിൽ പണിത ഗോപുരമാണ് ബാബേൽ ഗോപുരമായിട്ട് നമ്മൾ കാണുന്നത്. പേര് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു പെരുമയുണ്ടാക്കുക, ഒരു അംഗീകാരം ഉണ്ടാക്കുക, ഇത് മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. എന്തു പേരാണ് ഇവിടെ നമുക്കുണ്ടാകാൻ കാരണമായത്? പൗലോസ് പറയുന്നു, സ്വർഗത്തിലെ ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണം പിതാവാണ്. നമുക്കൊരു പേരുണ്ടായി. സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് യേശുവിൽ കൂടി സകല മാനവരാശിക്കും ഒരു രക്ഷാ പദ്ധതി പ്ലാൻ ചെയ്തു, അല്ലെങ്കിൽ അത് സാധ്യമാക്കി തീർത്തു. അങ്ങനെ ഒരു പേരുള്ളവരായി മാറി. എങ്ങനത്തെ പേര്? പിശാചിൻ്റെ അടിമകളായിരുന്ന നമ്മൾ, പിശാചിൻ്റെ പ്രവൃത്തികൾക്ക് വശമതരായി ജീവിച്ച നമുക്ക് ദൈവത്തിൻ്റെ മക്കളാകുവാൻ തക്കവണ്ണം അവൻ നമുക്കൊരു പേരും അംഗീകാരവും തരുവാൻ ഇടയായി തീർന്നു. ഈ പേരാണ് പൗലോസ് ഇവിടെ പറയുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ യഥാർത്ഥമായ ആ പേരിൽ നിലനിൽക്കുന്നവരാണോ എന്ന് ശാന്തമായി നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കൊരു പേരുണ്ടായി. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച്, ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരായി, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് അന്യരും പരദേശികളുമായിരുന്ന നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളോട് അടുത്ത് നിൽക്കുവാൻ, ദൈവത്തോട് അടുത്തു വരുവാൻ, ദൈവത്തിൽ ആശ്രയിക്കുവാൻ തക്കതായ ഒരു പേരും ഒരു പെരുമയും ഉള്ളവരാക്കി ദൈവം നമ്മെ തീർത്തു. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. സ്വർഗത്തിലെ കുടുംബത്തിനും ഭൂമിയിലെ കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവും. ഈ രാവിലെ സമയം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ ബന്ധത്തിൽ ഒരു പേരിനുടമയായിട്ടുണ്ടോ എന്ന് നാം ശാന്തമായി പരിശോധിക്കണം. നാം ഒരു ദൈവ പൈതലാണ്, ഞാൻ ദൈവ കുടുംബത്തിലെ അംഗമാണ്, ദൈവത്തിൻ്റെ സഭയുടെ ഭാഗത്താണ്, ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ പക്ഷത്താണ് ഞാൻ നിൽക്കുന്നത് എന്ന് ആധികാരികതയോടെ ഉറപ്പിച്ച് പറയുവാൻ തക്കവണ്ണം നമുക്കൊരു പേരുണ്ടായിട്ടുണ്ടോ എന്ന് ശാന്തമായി ചിന്തിക്കണം. എങ്ങനെയാണ് ഒരു പേര് സാധ്യമാകുന്നത്? പേരെങ്ങനെയാണ് സാധ്യമാകുന്നത്? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം. ഇവിടെ പൗലോസ് പറയുന്നു, പേർ വരുവാൻ കാരണം. പലപ്പോഴും പേര് ഇല്ലാതെ പോകുന്നതിൻ്റെ കാരണം എന്താണ് നമുക്ക് പരിശോധിക്കാം. 4 കൂട്ടം കാര്യങ്ങൾ പൗലോസ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്. അതിൻ പ്രകാരമാണ് പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്.
ആ നാല് കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കാം. ഒന്ന്, ഇവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. പൗലോസിൻ്റെ പ്രാർത്ഥന, അകത്തൊരു മനുഷ്യനുണ്ട്. പലപ്പോഴും കൺസേൺ അല്ല നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്. ഈ ഭാഗ്യമായ ശരീരത്തെക്കുറിച്ച് നമ്മുടെ കൺസേൺ മുഴുവൻ ആ നിലയിലാണ്. നമ്മളൊരു വ്യക്തിയെ കണ്ടാൽ ക്ഷീണിച്ചു പോയി, അല്ലെങ്കിൽ മെലിഞ്ഞു പോയി, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ബലമില്ല, ദുർബലനായിട്ടൊക്കെ നമ്മൾ പലരെയും കാണാറുണ്ട്. ഒരു മനുഷ്യൻ ശക്തനാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വ്യത്യസ്തനാണ് എന്ന് പലപ്പോഴും പറയാൻ സാധിക്കുന്നത് അവൻ്റെ ഭാഗ്യ അപ്പിയറൻസ് ആണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവൻ്റെ ഭാഗ്യമായ പ്രകടനം, ശരീരത്തിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ അവൻ്റെ സംസാരം, അല്ലെങ്കിൽ അവൻ്റെ ചുറുചുറുക്ക്, അവൻ്റെ സ്മാർട്ട്നെസ്, ഇതെല്ലാം ഭാഗ്യ അപ്പിയറൻസിൽ പലപ്പോഴും കാണുന്നതാണ്. പക്ഷേ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ കാഴ്ചപ്പാട് എന്താണെന്ന് ശാന്തമായി നാം പരിശോധിക്കണം. നമ്മുടെ അകത്ത് ഒരു മനുഷ്യൻ ഉണ്ട്. പുറമേയുള്ള മനുഷ്യൻ ശക്തനാണ്, അല്ലെങ്കിൽ ശാരീരികമായി വളർച്ചയുണ്ട്. പക്ഷേ അകത്തെ മനുഷ്യന് ആണ് നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ഈ ഭൂമിയിലെ ഭൗതിക ശരീരം ഈ ഭൂമിയിൽ അവശേഷിക്കും. പക്ഷേ നമ്മുടെ അകത്തെ മനുഷ്യനാണ് നമ്മുടെ നിത്യതയെ കുറിച്ച് പ്രസ്താവിക്കുന്നത്. നമ്മുടെ നിത്യത എവിടെ ചെലവഴിക്കും? നമ്മുടെ നിത്യതയിൽ നാം ആരും പിതാവുമായിട്ടുള്ള ബന്ധത്തിലാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ അകത്തെ മനുഷ്യനാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾ, ഈ രാവിലെ സമയം ഞാൻ ശാന്തമായി നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്. പുറമേ ഉള്ള മനുഷ്യനെ പോലെ തന്നെ അകത്തെ മനുഷ്യന് ആവശ്യമാണ് ആഹാരം. എന്താണ് ആഹാരം? ദൈവവചനം പഠിക്കുന്നതിലൂടെയാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നതിലൂടെയാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തി ആർജിക്കുന്നത്. ദൈവവചനത്തിൽ വിശ്വസിക്കുകയും ദൈവവചനം പഠിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുന്നത്. രാവിലെ സമയം നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാൻ തക്കതായ പ്രാർത്ഥനാ ജീവിതം, വിശ്വാസ ജീവിതം, ദൈവത്തിലുള്ള ആശ്രയം, ദൈവവചനത്തിലുള്ള പഠനം, ഇതൊക്കെ ഉണ്ടോ എന്ന് ശാന്തമായി നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. പൗലോസ് ജയിലിൽ ആണ് എന്ന് നമുക്കറിയാം. റോമൻ കാരാഗൃഹത്തെ സംബന്ധിച്ച് വളരെ ഇടുങ്ങിയ ഒരു കാരാഗൃഹമാണ്. ജയിലിൽ പ്രാർത്ഥിക്കാൻ എളുപ്പമല്ല. കാരണം ആധുനിക സൗകര്യങ്ങളില്ലാത്ത ഒരു കാരാഗൃഹം, അതിപുരാതനമായ കാരാഗൃഹം, വളരെ കൺജസ്റ്റഡ് ആയിരിക്കുന്ന ഒരു സമയം, ഒരു സാഹചര്യമാണ്. അവിടെ വേണ്ടത്ര വെളിച്ചമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, അല്ലെങ്കിൽ കിടക്കുവാൻ തക്കതായ മറ്റ് സൗകര്യങ്ങളോ ബെഡുകളോ കിടക്കകളോ ഒന്നുമില്ലാത്ത വളരെ വൃത്തിഹീനമായ ഒരു സാഹചര്യമാണ് റോമൻ കാരാഗൃഹം. ആ കാരാഗൃഹത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പൗലോസിനെയാണ് നാം കാണുന്നത്. പ്രിയ ദൈവമക്കളെ, തിരുവചനം നാം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ യസ്ര, ദാനിയേൽ, അതുപോലെ തന്നെ ഏലിയാവ്, ശലോമോൻ, ഇവരെല്ലാം മുട്ടുകുത്തി പ്രാർത്ഥിച്ചതായിട്ട് കാണുവാൻ സാധിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് വളരെ പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. മനുഷ്യന് ആര് രക്ഷിക്കും? മനുഷ്യൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ആശങ്കയിലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം, നാം ജീവിക്കുന്ന ലോകം വളരെ പ്രതികൂലം നിറഞ്ഞ ലോകമാണ്. മനുഷ്യന് സമാധാനമില്ല, മനുഷ്യന് സന്തോഷമില്ല. എന്നാൽ ഈ സാഹചര്യങ്ങളുടെയൊക്കെ നടുവിൽ ഒരു മനുഷ്യനെ ദൈവത്തിൽ ആശ്രയിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തോട് ഏറ്റവും അടുപ്പിക്കുന്നത് പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, നമ്മുടെ പല പ്രാർത്ഥനകളിലും നാം മുട്ടുകുത്തി പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ ആരാധനയുടെ മധ്യത്തിൽ നാം മുട്ടുകുത്തി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വളരെ ഫലമുണ്ട് ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പത്രോസ്, അതുപോലെ പൗലോസ്, കർത്താവ് യേശു ക്രിസ്തു, സ്തേഫാനോസ്, ഇവരെല്ലാം മുട്ടുകുത്തി പ്രാർത്ഥിച്ചതായിട്ട് കാണുവാൻ സാധിക്കുന്നു. പൗലോസ് പറയുന്നു, പേർ വരുവാൻ കാരണമായ പിതാവിന് മുമ്പിൽ ഞാൻ മുട്ടുകുത്തുന്നു. നാം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവരാണോ? നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ് നാം നയിക്കുന്നത്? നാം ദൈവത്തോട് അടുക്കുന്നതിന്, ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ഇന്ന് പലരുടെയും പുറമേയുള്ള മനുഷ്യൻ കരുത്തനാണ്, ശക്തനാണ്, ധൈര്യശാലിയാണ്, അല്ലെങ്കിൽ ഏത് കാര്യങ്ങളെ ചെയ്യാൻ തക്കണം പുറമേയുള്ള മനുഷ്യന് കഴിയുന്നുണ്ട്. പക്ഷേ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് പലർക്കും യാതൊരു അറിവുമില്ല. അകത്തെ മനുഷ്യൻ ഒരു പക്ഷെങ്കിൽ ക്ഷീണിച്ച് ദുർബലനായി യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയാതെ ഞെരങ്ങുന്ന ഒരു അനുഭവത്തിലാണോ എന്ന്
ശാന്തമായി നാം പരിശോധിക്കണം. നമ്മുടെ വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാൻ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാൻ, ക്രിസ്തുവിലുള്ള പ്രത്യാശയെ വർദ്ധിപ്പിക്കുവാൻ, കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുവാൻ ഒക്കെ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ അകത്തെ മനുഷ്യനാണ്. ഈ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ വേണ്ടി പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത് പൗലോസിൻ്റെ മറ്റൊരു പ്രസ്താവന നമ്മൾ കാണുന്നുണ്ട്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു: അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ളവർ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. പീഡനങ്ങളിലും പ്രതികൂലങ്ങളിലും ഒക്കെ കടന്നുപോയി അനേക വൈതരണികൾ, അനേക വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന ഒരു ദൈവഭക്തനാണ് അപ്പോസ്തലനായ പൗലോസ്. താൻ മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ, നമ്മുടെ അപ്പോസ്തലന്മാർ, നമുക്കറിയാം നമ്മുടെ പൈനിയേഴ്സ് പോലും ഒരുപക്ഷെങ്കിൽ ഈ വിലപ്പെട്ട സത്യം ഈ ലോകത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട്. ഒരുപാട് പീഡനങ്ങളിൽ കൂടി അവർ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ആ പീഡനങ്ങളൊക്കെ നടുവിൽ അവരെ ഉറപ്പിച്ച് നിർത്തിയത് അവരുടെ അകത്തെ മനുഷ്യനായിരുന്നു. പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. പൗലോസിൻ്റെ രണ്ടാമത്തെ പ്രാർത്ഥന എന്താണ്? പൗലോസ് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. ദൈവവുമായി ബന്ധമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ നീങ്ങുകയാണ്. ലോകം ഏറ്റവും പുരോഗമിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടം. വൈദ്യശാസ്ത്ര മേഖലയിൽ, ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ, വിവര സാങ്കേതിക മേഖലയിൽ, എല്ലാ മേഖലകളിലും ശാസ്ത്രം, ലോകം അത്യുച്ചകോടിയിലെത്തി നിൽക്കുകയാണ്. പക്ഷെങ്കിൽ മനുഷ്യൻ്റെ വിശ്വാസം കുറഞ്ഞു വരികയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം മനുഷ്യപുത്രന്മാരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കണം. ദൈവത്തിനായിരിക്കണം പ്രഥമ സ്ഥാനം, ദൈവത്തിനായിരിക്കണം നമ്മുടെ പ്രയോറിറ്റീസ്. അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസത്തിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വാഴണം. ക്രിസ്ത്യാനികൾ, ദൈവമക്കൾ, വിശ്വാസികൾ എന്ന് അഭിമാനിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ദൈവവുമായി യാതൊരുവിധ ബന്ധമില്ലാത്ത ജീവിതമായിരിക്കും പലപ്പോഴും നയിക്കുന്നത്. പക്ഷേ രാവിലെ ശാന്തമായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് നാം ശാന്തമായി ചിന്തിക്കണം: ക്രിസ്തു വിശ്വാസത്താൽ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ എന്ന്. വസിച്ചാൽ മറ്റൊരു ഗുണം ഇതാണ്: ക്രിസ്തുവാണ് നമ്മളെ നയിക്കുന്നത്, ക്രിസ്തുവാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഒരു പ്രതികൂലങ്ങളിലോ പ്രലോഭനങ്ങളിലോ വന്നു ചാടുവാൻ ഇടയാകുകയില്ല. ക്രിസ്തുവിൽ സമർപ്പിക്കുന്ന ജീവിതം, ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം, അത് വളരെ വിജയകരമായി തീരും. അത് ലക്ഷ്യത്തിലെത്തും. വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുവിൻ എന്നൊരു ശബ്ദം നമ്മോട് സംസാരിപ്പാനിടയായിത്തീരും. സാൻമാർഗിക മാർഗങ്ങളിലേക്ക് നമ്മെ നയിക്കും. നമ്മുടെ കാലുകൾ ഇടറിപ്പോകാൻ ഇടയാകില്ല. സകല പ്രലോഭനങ്ങളെയും പരീക്ഷകളെയും തരണം ചെയ്യുവാൻ, അല്ലെങ്കിൽ അവയെ കണ്ട് മനസ്സിലാക്കി നേരായ മാർഗത്തിൽ നടക്കുവാൻ നമുക്ക് സാധിക്കും, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിച്ചാൽ. മൂന്നാമതായി പൗലോസിന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്: നിങ്ങൾ ദൈവ സ്നേഹത്തിൽ വേരൂന്നി അതിൻ്റെ ആഴം, നീളം, വീതി, ഉയരം ഗ്രഹിക്കണം. പ്രിയ ദൈവമക്കളെ, ദൈവസ്നേഹത്തിൽ അടിസ്ഥാനമുള്ളവരായി മാറണം. ദൈവസ്നേഹത്താൽ അടിസ്ഥാനമിട്ട ഒരു ജീവിതത്തിൻ്റെ ഉടമയായിത്തീരണം നാം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ശക്തിപ്പെടുകയുള്ളൂ. ദൈവസ്നേഹത്തിൻ്റെ ആഴം. എങ്ങനെയാണ് ദൈവസ്നേഹത്തിൻ്റെ ആഴം അറിയുന്നത്? ദൈവം നമ്മെ സ്നേഹിച്ചു, ദൈവം നമ്മെ കടാക്ഷിച്ചു, ദൈവം നമ്മെ രക്ഷിച്ചു. അത് പലപ്പോഴും അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ അതിൻ്റെ ആഴം പലപ്പോഴും നാം മനസ്സിലാക്കുന്നില്ല എന്നതാണ് വസ്തുത. ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ഞാൻ പറയാം. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യവൻ പ്രായപ്പാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ ഓമന പുത്രനെ പാപലോകത്തിലേക്ക് ദൈവം അയച്ചു. എന്തിന്? തൻ്റെ ഏകജാതനായ പുത്രനെ തകർത്ത് കളവാൻ. ക്രൂശിൽ പിതാവേ ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും മകൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി കൊടുക്കുവാൻ തയ്യാറല്ലാതെ പ്രവാചകൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവനെ തകർത്ത് കളവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ക്രിസ്തുവിൻ്റെ യാതൊരുവിധ അപേക്ഷയും ചെവിക്കൊള്ളാതെ, മകനെ രക്ഷിക്കാൻ തുനിയാതെ, മുഴു ലോകത്തെക്കുറിച്ചുള്ള വലിയ ഭാരം, നശിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെക്കുറിച്ചുള്ള ആ വലിയ ചിന്ത,
സ്വർഗസ്ഥനായ പിതാവിന് തൻ്റെ പുത്രനെ യാഗമായി അർപ്പിക്കുവാൻ കാരണമായി. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അർഹതയില്ലാത്ത സ്ഥാനത്ത് അർഹതയുള്ളവരായി നമ്മെ തേടി വന്ന സ്നേഹം. പേരും പെരുമയില്ലാത്ത നമുക്ക് പേരുള്ളവരാക്കി തീർത്തു. അന്യരായിരുന്ന നമ്മളെ ദൈവകുടുംബത്തിൽ അംഗമാക്കി തീർത്തു. അതേ വെറുക്കപ്പെട്ട് നമ്മളെ ചേർത്ത് പിടിച്ചു. ദൂർത്തടിച്ച് നമ്മളെ അതേ നോക്കി നിൽക്കുന്ന പിതാവിൻ്റെ സ്നേഹം. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. നമുക്കറിയാം, മുടിയനായ പുത്രൻ പിതാവിൻ്റെ സ്വത്തുകൾ കൊണ്ടുപോയി നാനാവിധമാക്കി ദൂർത്തടിച്ച് ജീവിക്കുന്ന ഒരു മകനായി മാറി. ഒടുവിൽ എത്രയോ കാലങ്ങൾ കഴിഞ്ഞ് തൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയാണ്. അപ്പോഴും അവനോട് യാതൊരു ദേഷ്യവും കാണിക്കാതെ അവൻ ചെയ്ത എല്ലാ തെറ്റുകളെയും ക്ഷമിപ്പാൻ തക്കവണ്ണം വിശാല ഹൃദയമുള്ളവനായി അവനെ ദൂരെ നിന്ന് കണ്ട് മനസ്സലിഞ്ഞ് അവനെ ചേർത്ത് പിടിക്കുന്ന സ്നേഹസമ്പന്നായ ദൈവം. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം. ആ ദൈവസ്നേഹത്തിൻ്റെ ആഴം അറിയണം. പലപ്പോഴും നാം ദൈവസ്നേഹത്തിൻ്റെ ആഴം അറിയുന്നവരാണോ? നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം, നമ്മോട് കാണിച്ച മഹാകരുണ, നമ്മെ തേടി വന്ന ദൈവത്തിൻ്റെ ആ പ്രത്യേക കരുതൽ, അതിനെക്കുറിച്ച് നാം ഈ രാവിലെ സമയം ചിന്തിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ പ്രിയ ദൈവമക്കളെ? ദൈവസ്നേഹം, ആ സ്നേഹമാണ് വഴിയിൽ മുറിവേറ്റ് കടന്ന ലേവ്യനും പുരോഹിതനും അവഗണിക്കപ്പെട്ടു പോയ മനുഷ്യനായിരിക്കുന്ന ആ നല്ല ശമരിയക്കാരനെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ശമരിയക്കാരന് കഴിഞ്ഞത് ആ സ്നേഹമാണ്. ആ സ്നേഹത്തിന് ഒരു ബാരിയറുമില്ല. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. ഇന്ത്യക്കാരനോ ഇന്തോനേഷ്യക്കാരനോ വ്യത്യാസമില്ല. അമേരിക്കക്കാരനോ ആഫ്രിക്കക്കാരനോ വ്യത്യാസമില്ല. മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ വ്യത്യാസമില്ല. കറുത്തവനെന്നോ വെളുത്തവനോ വ്യത്യാസമില്ല. അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ഇടങ്ങളിലേക്കും ഇറങ്ങിച്ചേരുന്ന അതാണ് ദൈവസ്നേഹം. ആ സ്നേഹത്തിൻ്റെ ആഴം, അതിൻ്റെ വീതി, അതിൻ്റെ ഉയരം, അതിൻ്റെ നീളം നിങ്ങൾ അറിയണം എന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ മഹിമകൾ വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ സ്നേഹം, അതാണ് അതിൻ്റെ ആഴം. അതേ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ അതേ എത്തുന്നതാണ് അതിൻ്റെ ഉയരം. അപ്പോൾ നമുക്ക് ഉയരം കണ്ടു, അതിൻ്റെ ആഴം കണ്ടു. ഇനി അതിൻ്റെ വീതി എന്താണ്? വീതി എന്ന് പറയുന്നത് മുഴു ലോകത്തെയും ചേർത്ത് പിടിക്കുന്ന, സകല മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്നതാണ് ദൈവസ്നേഹത്തിൻ്റെ വീതി. നീളമെന്ന് പറയുന്നത് നിത്യത മുതൽ വ്യാപിച്ചു കിടക്കുന്നതാണ്, നിത്യതയോളം വ്യാപിച്ചു കിടക്കുന്നതാണ് വീതി, നീളം. ആ ദൈവസ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും അറിയണം. അതിനാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെ അളക്കുവാൻ, പഠിക്കുവാൻ നാം തയ്യാറായിട്ടുണ്ടോ എന്ന് ശാന്തമായി ചിന്തിക്കുക. നാലാമത്തെ പൗലോസിൻ്റെ പ്രാർത്ഥന, നാലാമതായി പൗലോസ് പറയുന്നത് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം. സകല ജ്ഞാനത്തെയും കവിയുന്ന, സകല അറിവിനെയും കവിയുന്ന, സകലത്തെയും കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുക. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒരുപക്ഷെ ലോകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഇന്ന് വെള്ളിത്തിരയിൽ നടക്കുന്ന അതേ സെലിബ്രിറ്റീസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ക്രിക്കറ്റ് മേഖലയിൽ അല്ലെങ്കിൽ സംഗീത പ്രേമികളെ നിങ്ങൾക്കറിയാം. സംഗീതജ്ഞന്മാരായിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്കറിയാം. ലോകത്തിൽ അതിമഹോത്തരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ സയൻറ്റിസ്റ്റുകളെ കുറിച്ച് നിങ്ങൾക്കറിയാം. ലോകത്തെ ഭരിക്കുന്ന നേതാക്കന്മാരെ കുറിച്ച് നിങ്ങൾക്കറിയാം. മത നേതാക്കന്മാരെ കുറിച്ചറിയാം. പുരോഗമന ചിന്താഗതിക്കാരെ കുറിച്ചറിയാം. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദൈവസ്നേഹത്തെ നിങ്ങൾ അറിയുന്നുണ്ടോ? പരിജ്ഞാനത്തെ കവിയുന്ന ദൈവത്തിൻ്റെ സ്നേഹം. ദാവീദ് ഇങ്ങനെയാണ് പറയുന്നത്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയണം. ഇതറിഞ്ഞ പൗലോസ് ദമസ്കോസിന്റെ പടിവാതിക്കൽ അതേ ദൈവത്താൽ പിടിക്കപ്പെട്ടവനായി താഴെ വീണു. ആ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുകയാണ്. ഈ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ, ഒരു ലജ്ജ കൂടാതെ മറ്റുള്ളവരോട് പറയുവാൻ ആ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ആ പൗലോസ് പറയാണ്, ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആരാണ് വേർപിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ സ്നേഹം വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ അതേപോലെ തന്നെ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ തന്നെ വേർപിരിക്കാൻ കഴിയുകയില്ല. ഇതായിരിക്കണം പ്രിയ ദൈവമക്കളെ നമ്മുടെയും കാഴ്ചപ്പാട്. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവമായിട്ട് ഈടാർന്ന ബന്ധത്തിൽ, ദൈവമായിട്ടുള്ള ആ വലിയ സ്നേഹത്തിൽ നാം ബന്ധപ്പെടുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിപ്പാനിടയായിത്തീരും. പൗലോസ് പറയുന്നു, ആ സ്നേഹത്തെ അറിയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അഞ്ചാമത് പൗലോസ് പറയാണ്, ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിങ്ങൾ നിറഞ്ഞു വരണം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ക്രിസ്തുവിൻ്റെ തലയോളം വളരുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം
വരിക. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞത്, ഗുരുവിനെ പോലെ ശിഷ്യനാകാം. ഒരു ശിഷ്യൻ ഗുരുവിന് മുകളിലല്ല, പക്ഷേ ഗുരുവിനെ പോലെയാകാം. ക്രിസ്തു എന്ന തലയോളം, തല സമ്പൂർണതയാണ് കാണിക്കുന്നത്. ആ സകലത്തിലും സമ്പൂർണനായ, സകലത്തിലും പൂർണ്ണനായ, സകലത്തെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം യോഗ്യനായി തീർന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തലയോളം വളരുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അതാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ എല്ലാം നിറവിനോളം നിറഞ്ഞു വരണം. ഈ രാവിലെ സമയനെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ് വളരെ തിരക്കേറിയ ശുശ്രൂഷകളുടെ നടുവിലായിരുന്നു. അനേകരുടെ യേശുവിനെ പറയുവാൻ തക്കവണ്ണം അഹോരാത്രം അധ്വാനിച്ച മനുഷ്യൻ തനിക്ക് വീണ് കിട്ടിയ അല്പസമയം, കാരാഗൃഹത്തിലായിക്കോട്ടെ, കടൽ തീരത്തായിക്കോട്ടെ, അതുപോലെ ഭവനങ്ങളിലായിക്കോട്ടെ, ഒക്കെ പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ കാരാഗൃഹത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന അടങ്ങിയിരിക്കുന്ന ലക്ഷ്യം ഇതാണ്: സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവ് നമുക്കൊരു പേരുള്ളവരാക്കി തീർത്തു. നമ്മുടെ തലമുറകൾക്ക് പേരുള്ളവരാക്കി തീർത്തു. ദൈവത്തോട് അടുക്കുവാൻ കഴിയാതിരുന്ന, പാപത്തിൻ്റെ പിടിയിലായിരുന്ന, പിശാചിൻ്റെ സന്തതികളായിരുന്ന നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. അതാണ് വലിയ പേര്. ആ പേരിനെ കുറിച്ച് പത്രോസ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം. നാം ദൈവത്തിൻ്റെ രാജകീയ പുരോഹിത വർഗമാണ്. നാം വിശുദ്ധ ജനമാണ്. നാം സ്വന്തം വംശമാണ്. അതാണ് നമ്മുടെ പേര്. ഈ പകലിൽ ദൈവം നമ്മെ എത്ര വലിയ പേരിന് അർഹരാക്കി, എത്ര വലിയ സ്ഥാനത്തേക്കാണ് ദൈവം നമ്മെ കൈപിടിച്ച് ഉയർത്തിയിരിക്കുന്നത്. അത് മനസ്സിലാക്കി നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. പൗലോസ് ഈ പ്രാർത്ഥിക്കുന്ന 5 കൂട്ടം കാര്യങ്ങൾ എന്താണ്? ഒന്നും കൂടെ ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. 1, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. 2, നിങ്ങളുടെ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. 3, നിങ്ങൾ ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ഗ്രഹിക്കണം. 4, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നിങ്ങൾ അറിയണം. 5, ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകളടയ്ക്കാം. നമുക്കൊരു നിമിഷ നേരം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, ഈ ശാന്തമായ പകലിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാതെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് അന്യരും പരദേശികളുമായി ജീവിച്ച ഞങ്ങളെ ക്രിസ്തുവിൻ്റെ മക്കളാക്കി മാറ്റുവാൻ, ക്രിസ്തുവിൻ്റെ മണവാട്ടിയാക്കി മാറ്റുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളോട് കാണിച്ച മഹാസ്നേഹത്തിനായി സ്തോത്രം. അവിടുത്തെ നിറവിനോളം നിറയുവാൻ, അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും ഗ്രഹിപ്പാൻ, അവിടുത്തെ പരിജ്ഞാനത്തിൽ എത്തിച്ചേരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ദൈവവചനം കേട്ട എല്ലാ മക്കളെയും ദൈവരങ്ങളിലേക്ക് താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞാൻ ഒരിക്കൽ കൂടി ഈ ഹോപ്പ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടുന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ആത്മീയ ദൂതുകൾ, ആത്മീയ സന്ദേശങ്ങൾ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു മാർഗമായി മാറട്ടെ, വെളിച്ചമായി മാറട്ടെ. ഹോപ്പ് ചാനലിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇവിടുന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ആ ദൈവിക പ്രോഗ്രാം നിങ്ങൾ കാണുകയും നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ള പരിചയക്കാർക്ക് അത് അയച്ചു കൊടുത്ത് അവരെയും കാണാൻ അത് ഓർപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കണം എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി പറയുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം ശാന്തമായി എന്നെ ശ്രമിച്ച നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ നന്ദി വന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.